നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ പ്രാതിനിധ്യം 4% ഉത്തരവാക്കി. സംസ്ഥാന സഹകരണ ചട്ടഭേദഗതിയുടെ ഭാഗമായാണ് നടപടി. നേരത്തെ 3% സഹകരണ മേഖലയിലെ സമഗ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ചട്ടഭേദഗതി വരുത്തിയത്. 40% കൂടുതലോ ശാരീരിക വൈകല്യമുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ വ്യക്തികൾക്ക് റൊട്ടേഷൻ വ്യവസ്ഥയനുസരിച്ച് പ്രാതിനിധ്യം നൽകണമെന്നാണ് ഉത്തരവ്. സഹകരണ സ്ഥാപനങ്ങളിൽ സംവരണ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി സഹകരണ രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2/2025 എന്ന സർക്കുലറാണ് ഇത് സംബന്ധിച്ച് നിലവിൽ വന്നത്. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High grade coconuts, advanced technology, triple filter process. A product of വെങ്ങണശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ സമവായ ലിസ്റ്റ് തയ്യാറാക്കാൻ KPCC നേതൃത്വം വൈകി. അതോടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ആരും നോമിനേഷൻ പിൻവലിച്ചില്ല. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയം. KPCCയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാൽ വൈകിട്ട് 4:45 ശേഷമാണ് കോട്ടയത്ത്. അപ്പോഴും ലിസ്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇതോടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാത്തവരെ കൊണ്ട് നോമിനേഷൻ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞില്ല. 20 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളല്ലാത്തവർ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയാനുള്ള ഉത്തരവാദിത്തം DCC പ്രസിഡന്റുമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 4 ജില്ലകളിലെ DCC നേതൃത്വം ഇവരുമായി ചർച്ച നടത്തും. 60ഓളം പേരാണ് 4 ജില്ലകളിലായി 16 സീറ്റുകളിലേക്ക് നോമിനേഷൻ നൽകുന്നത്. എറണാകുളത്ത് 5 സീറ്റുകൾ ഉള്ളതിൽ 9 കോൺഗ്രസുകാർ മത്സരരംഗത്തുണ്ട്. വനിതാ ബോർഡ് സ്ഥാനത്തേക്ക് ഇടതുമുന്നണിയിൽ നിന്നും സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ കോൺഗ്രസിന് ഏകപക്ഷീയമായി ജയിക്കാനായി 2 ഇടത് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവിടെ ജനറൽ സീറ്റിൽ മത്സരിക്കാനുള്ളത്. ഇടുക്കിയിൽ 40 വയസ്സിന് താഴെയുള്ള ഡയറക്ടറുടെ സീറ്റ് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ കോൺഗ്രസിന് നഷ്ടമായെങ്കിലും SC/ST സംവരണ സീറ്റ് എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ കോൺഗ്രസിന് വിജയിക്കാനായി ഇടുക്കിയിൽ ഒരു ജനറൽ സീറ്റിലേക്ക് 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. തൃശൂരിൽ 4 സീറ്റിലേക്ക് 6 പേർ കോൺഗ്രസിൽ നിന്നും മത്സര രംഗത്തുണ്ട്. കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരം നടക്കുന്നതിനോടൊപ്പം 2 ജനറൽ സീറ്റുകളിലേക്ക് 4 കോൺഗ്രസുകാർ രംഗത്തുണ്ട്. സ്വതന്ത്രരും മത്സര രംഗത്തുണ്ട്. കേരള ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് റവന്യൂ റിക്കവറി നിയമപ്രകാരം ജപ്തി നടപടികൾ നേരിടുന്ന കേസുകളിൽ കുടിശ്ശിക അടയ്ക്കാൻ പരമാവധി തവണകൾ അനുവദിക്കണമെന്ന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. 20 ലക്ഷം രൂപ വരെയുള്ള കുടിശ്ശികയ്ക്കാണ് ഇങ്ങനെ തവണകൾ അനുവദിക്കുക. ജപ്തി നടപടികൾ നേരിടുന്ന ഒട്ടേറെ പേർക്ക് ആശ്വാസം നൽകുന്നതാണ് പുതിയ നിർദ്ദേശം. സഹകരണ ബാങ്കുകളിലെ കുടിശ്ശിക ഈടാക്കാൻ 3 തരത്തിലാണ് ജപ്തികൾ നടപ്പാക്കുന്നത്. റവന്യൂ റിക്കവറി നിയമപ്രകാരമാണ് ഒന്ന്, സിവിൽ കോടതി വഴിയും സഹകരണ നിയമപ്രകാരവുമാണ് മറ്റുള്ളവ. ഇതിൽ റവന്യൂ റിക്കവറി നിയമപ്രകാരമുള്ളതിനാണ് പരമാവധി തവണകൾ അനുവദിക്കാവൂ എന്ന് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ജനുവരിയിൽ നിർദ്ദേശിച്ചിരുന്നത്. 10 ലക്ഷത്തിന് മുകളിൽ വായ്പ എടുത്തവർക്ക് തവണകൾ അനുവദിക്കുന്നതും വിലക്കിയിരുന്നു. ഇതാണ് ഇപ്പോൾ പിൻവലിച്ചത്. കേരള നിയമസഭ അടുത്തിടെ പാസാക്കിയ കേരള നികുതി വസൂലാക്കൽ നിയമഭേദഗതിയിൽ റവന്യൂ റിക്കവറി കേസുകളിലെ സ്റ്റേയും ഗഡുക്കളും അനുവദിക്കാൻ വ്യവസ്ഥയുണ്ട്. അതനുസരിച്ചാണ് അയവ്.